ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുകയാണ് കേട്ട. ദില്ലി അടക്കമുള്ള നഗരങ്ങളിൽ മൂടൽമഞ്ഞ് ശക്തമാണ്. കാഴ്ചപരിധി കുറഞ്ഞത് ഗതാഗത സംവിധാനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ട്രെയിനുകളും വിമാനങ്ങളും ഇന്നും വൈകിയാണ് സർവീസ് നടത്തുന്നത്. നോബൽ ബാരിക്കാരൻ ദില്ലിയിൽ കോടമഞ്ഞിൽ നിന്നും തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരും. കോടയൊന്നുമല്ല, വല്ലാത്ത മഞ്ഞാണ്. പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം. ഇന്ന് രാവിലെ ഉണ്ടായ മഞ്ഞാണ്. തൊട്ടുപിന്നിൽ നോക്കൂ, നോബൽ നിൽക്കുന്നതിൻ്റെ പുറകിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാനേ പറ്റുന്നില്ല. ഏതൊക്കെയോ വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നതായിട്ടൊരു തോന്നൽ മാത്രം. കാഴ്ചയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഇന്നും കനത്ത മൂടൽമഞ്ഞാണ്. നല്ല തണുപ്പുണ്ടെന്ന് തോന്നുന്നു. നോബൽ, ഗുഡ് മോർണിംഗ് നോബൽ. തണുത്ത് വിറങ്ങലിച്ച് ഗിടിഗിടി വിറങ്ങലിച്ച് നിൽക്കുകയാണോ? എന്താണ് അവസ്ഥ? അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നും ദില്ലിയിലും ഉത്തരേന്ത്യയിലും അതിശൈത്യം തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്ന് കാണാൻ കഴിയും. വാഹനങ്ങൾ ലൈറ്റിട്ട് വരുന്നതുകൊണ്ട് മാത്രമാണ് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ കാഴ്ചാപരിധി വളരെ കുറവാണ്. തൊട്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും രാവിലെ ഒട്ടും അടുത്ത് നിൽക്കുന്ന ആളെ പോലും കാണാൻ കഴിയുന്നില്ലായിരുന്നു മൂടൽമഞ്ഞ് ഉണ്ടായത്. അത് ഗതാഗത സംവിധാനങ്ങളെ എല്ലാ ദിവസവും താറുമാറാക്കുന്ന പോലെ ഇന്നും താറുമാറാക്കി എന്താണ് യാഥാർത്ഥ്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. വാഹനം ആ ലൈറ്റിട്ട് വരുന്നത് മാത്രം, ലൈറ്റുകൾ മാത്രമാണ് കാണാൻ കഴിയുന്നത്. അടുത്തെത്തുമ്പോൾ മാത്രമാണ് എന്ത് വാഹനമാണ് എന്ന് പോലും അറിയാൻ കഴിയുന്ന സാഹചര്യം ഉള്ളൂ. ഉത്തരേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇതാണ് എന്ന് വേണം നമുക്ക് പറയാൻ. ദില്ലി മാത്രമല്ല, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ, അതോടൊപ്പം ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ് അടക്കമുള്ള ഇടങ്ങളിലൊക്കെ അതിശൈത്യം, പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലും ഒപ്പം ഹിമാചൽ പ്രദേശിലും ഒപ്പം ആ പ്രദേശത്തൊക്കെ വലിയ മഞ്ഞുവീഴ്ച അടക്കമുണ്ട്. ഐസ് മൂടിയ നിലയിലാണ് ഈ മേഖലയ്ക്ക് ഉള്ളത്. എന്താണെങ്കിലും ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു പ്രവചനപ്രകാരം ഇന്നിപ്പോൾ വരും ദിവസങ്ങളിൽ സമാനമായി തന്നെ തണുപ്പ് തുടരും, ശൈത്യം തുടരും എന്നാണ്. ഇന്നിപ്പോൾ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടുതൽ താപനില ദില്ലിയിൽ 4.8 ഡിഗ്രിയാണ്. പക്ഷേ ഹരിയാനയിലും ഒപ്പം പഞ്ചാബിലും ഒക്കെ അത് 1 ഡിഗ്രിയും 1.5 ഡിഗ്രിയും ആയിട്ടുണ്ട്. രാജസ്ഥാനിൽ 3 ഡിഗ്രി രേഖപ്പെടുത്തിയിട്ട് അത്തരത്തിൽ അതിശൈത്യത്തിലേക്ക് വീണ്ടും ഉത്തരേന്ത്യ കടക്കുകയാണ് എന്ന് വേണം നമുക്ക് പറയാൻ. തുടരുകയാണ് അതിശൈത്യം. വരും ദിവസങ്ങളിലും ഈ സാഹചര്യം ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധി ആളുകൾക്കടക്കം ഉണ്ടാക്കും എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഡോക്ടർമാർ അടക്കമുള്ള ആളുകൾ പറയുന്നത് പ്രായമായവരൊക്കെ ചൂടുവെള്ളം മാത്രമേ കുടിക്കാവൂ. അതോടൊപ്പം തന്നെ എപ്പോഴും ഒരു ഹീറ്ററിൻ്റെ ചൂട്ടിലേക്ക് ഇരിക്കാൻ ശ്രമിക്കണം. ചൂട് എപ്പോഴും അത്തരത്തിൽ ചൂടത്തിരിക്കാൻ, ചൂട് കായാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് ഡോക്ടർമാരും അടക്കെ അഭിപ്രായപ്പെടുന്നത്. ഇപ്പോൾ രാവിലെ എന്താണെങ്കിലും ആളുകളൊക്കെ ജോലിക്ക് പോയി തുടങ്ങിയത്. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നതൊക്കെ നമുക്ക് അവിടെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. കുട്ടികളൊക്കെ രാവിലെ സ്കൂളിലേക്ക് വരുന്ന കാഴ്ചയൊക്കെ ഉണ്ട്. ഏതായാലും അതിരാവിലെ സ്കൂളൊക്കെ തുറക്കുന്നുണ്ട്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇതേപടി തണുപ്പ് തുടർന്നാൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. എന്താണെങ്കിലും വിമാന സർവീസുകൾ, ട്രെയിൻ സർവീസുകൾ ഒപ്പം റോഡ് ഗതാഗതമൊക്കെ ഇന്നും താറുമാറായി എന്ന് തന്നെ വേണം പറയാം. കാരണം രാവിലെ കാഴ്ചാപരിധി വളരെ കുറഞ്ഞത് സർവീസുകളെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. നിരവധി വിമാനങ്ങൾ ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വൈകിയാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. പല ട്രെയിനുകളും മണിക്കൂറുകൾ വൈകി ദില്ലിയിലേക്കും ഉത്തരേന്ത്യയിലേക്ക് പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ ഒരു 10 മണി കഴിയുമ്പോഴത്തേക്ക് സാഹചര്യം കുറച്ച് മെച്ചപ്പെടും, വെയിൽ വരും. അതിന് പിന്നാലെ ഇതൊക്കെ സാധാരണയിലേക്ക് എത്തും. എന്താണെങ്കിലും എല്ലാ ദിവസവും പ്രഭാത കാഴ്ച ദില്ലിയിലും ഒപ്പം ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലൊക്കെ ഇതാണ്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലും ഈ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനപ്രകാരം ഇതേ സാഹചര്യം തുടരും എന്നാണ് അറിയിക്കുന്നത്. ഏതാണെങ്കിലും വലിയ തണുപ്പ്, അതോടൊപ്പം തന്നെ നല്ല മൂടൽമഞ്ഞ്. ദില്ലിയിലാണെങ്കിൽ നല്ല പൊല്യൂഷനും നല്ല വായു മലിനീകരണവും. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. അരുൺ, എന്താ പറയാ അല്ലേ നോബൽ, ആ തണുപ്പ് ആസ്വദിക്കാൻ വേണ്ടി പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസം എടുക്കാൻ പറ്റൂല. അതാണ് പ്രശ്നം. കാരണം അവിടെ മഞ്ഞിനോടൊപ്പം തന്നെ വായു മലിനീകരണവും അതിരൂക്ഷമാണ്. 300-ന് മുകളിലാണ് വായു മലിനീകരണം പലയിടങ്ങളിലുമുള്ളത്. നമ്മുടെ നാട്ടിലേക്ക് 50 താഴെയാണ് എന്നത് ആലോചിക്കുമ്പോൾ 6 മടങ്ങാണ്. അപ്പോൾ ശ്വാസകോശത്തിന് പ്രശ്നമൊക്കെ ഉള്ളവർ ദില്ലിയിൽ പോയാൽ കുറച്ച് കുടുങ്ങും എന്നുള്ളതാണ്. യാത്ര ചെയ്യേണ്ട സമയമാണെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലേക്ക് ഈ തണുപ്പ് ആസ്വദിക്കാൻ വേണ്ടി പോകുന്നവരുമുണ്ട്. ഈ ഷിംല, കുളു, മണാലി ഭാഗങ്ങളിലേക്ക് പോകുന്നത്. അവിടേക്ക് പോകുന്നതിന് പ്രശ്നമില്ല. പക്ഷേ ഡൽഹിയിൽ ഇറങ്ങുമ്പോൾ ചെറിയ പ്രശ്നമുണ്ട്. മൂക്കെരിയാൻ തോന്നുന്നു.